4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ രാജ്യം ഉറ്റുനോക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുമോ എന്നുള്ളതാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിട്ടും ഇന്ത്യയിൽ ഇന്ധനവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഇത് എത്ര നാൾ എന്ന ചോദ്യമാണ് ശക്തമാവുന്നത്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമെന്ന അഭ്യൂഹം നിലവിൽ ശക്തമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം മാസങ്ങളോളം നീണ്ടുനിന്നിട്ട് പോലും സർക്കാർ ഇന്ധനവിലകൾ നിയന്ത്രിച്ചു നിർത്തിയിരുന്നു. എന്നാൽ ഇനി മുന്നോട്ട് അങ്ങനെ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിലവിലെ സൂചന. ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്ന് അന്താരാഷ്ട്ര നാണയനിധിയും സൂചന നൽകുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ പെട്രോളിനും ഡീസലിനും 5 രൂപ വരെ വർദ്ധിക്കാനും ഗാർഹിക LPGക്ക് 50 രൂപ വരെ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. 4 വർഷത്തോളമായി രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കാര്യമായ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. ഇന്ധനവില കൂടുമെന്ന അഭ്യൂഹങ്ങളെ സർക്കാർ ആവർത്തിച്ച് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതിസന്ധി നീണ്ടുപോയാൽ വില വർദ്ധിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള ഏക പോംവഴി. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിന് മുൻപ് ബാരലിന് $70 നിലവാരത്തിലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ വില ഇടയ്ക്ക് $126 വരെ ഉയർന്നിരുന്നു. നിലവിൽ ഇത് $100 മുകളിലാണ്. ഈ വർധനവ് വിപണിയിൽ പ്രതിഫലിപ്പിക്കാത്തതിനാൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്. സർക്കാർ വില നിയന്ത്രിച്ചതുകൊണ്ട് തന്നെ പൊതുമേഖലാ ഇന്ധന വിതരണ കമ്പനികൾക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വന്നു. സമീപഭാവിയിൽ പെട്രോൾ ഡീസൽ വില വർധനവ് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ക്രൂഡ് ഓയിൽ വില $100 മുകളിലായിട്ടും ഗാർഹിക LPG നിരക്കുകളിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയില്ല. എന്നാൽ ഇതിനിടയിൽ പെട്രോളിന് 10 രൂപയും ഡീസലിനും 12.5 രൂപയും വർദ്ധിപ്പിക്കാൻ പോകുന്ന ചില സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും വ്യക്തമാക്കി. വില വർധനവിൽ ഔദ്യോഗിക തീരുമാനങ്ങളൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുവരെയും അത്തരത്തിലുള്ള സൂചനകൾ നൽകിയിട്ടില്ലെങ്കിലും എണ്ണ കമ്പനികൾ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് വസ്തുതയാണ്. വാണിജ്യ LPGക്ക് അടുത്തിടെ 993 രൂപ കൂട്ടി. സംസ്ഥാന ഉടമസ്ഥയിലുള്ള എണ്ണ കമ്പനികൾ വാണിജ്യ LPG, വ്യാവസായിക ഡീസൽ, 5 കിലോ LPG, അന്താരാഷ്ട്ര എയർലൈനുകൾക്കുള്ള ജെറ്റ് ഇന്ധനം എന്നിവയുടെ വിലയിലും ചിലവിനനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ധനവില വർധനവ് പ്രതീക്ഷിക്കുന്നതിനിടയിൽ സുപ്രധാന നിരീക്ഷണവുമായി തന്നെയാണ് IMF രംഗത്ത് വന്നിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.